നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ശക്തി പ്രകടനമായിരുന്നു നാം കണ്ടത്. നമ്മുടെ പക്കലുള്ള ആയുധങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ എന്ന് മനസ്സിലാക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിർത്തിയിൽ കനത്ത വ്യോമാക്രമണങ്ങളായിരുന്നു നടന്നിരുന്നത്. ദീർഘദൂര ഹ്രസ്വദൂര മിസൈലുകളും ആളില്ലാ ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ഈ ആക്രമണങ്ങൾ ഭാവിയിലെ യുദ്ധങ്ങളിൽ വ്യോമാതിർത്തിയിലെ ഇന്ത്യയുടെ മേൽക്കോയ്മയുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് അടിവരയിടുന്നത് കൂടിയാണ്. ശത്രുക്കളെ ആകാശത്ത് വച്ച് തന്നെ ലക്ഷ്യം വെക്കുന്നതിനുള്ള ശേഷി വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യതയെയും ഈ സംഭവങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട്. ഈ നിർണായക ഘട്ടത്തിൽ വ്യോമാതിർത്തിയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശക്തമായ ചുവടുവെപ്പുകളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഇതിന് കരുത്ത് പകരുന്നത്. ഇതിൽ പ്രധാനമാണ് HAL കോമ്പാറ്റ് എയർ ടീമിംഗ് സിസ്റ്റവും, അതായത് CATS സിസ്റ്റവും പുതിയ LCA മാർക്ക് 1A യുദ്ധവിമാനങ്ങളുടെ വരവും. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത കോമ്പാറ്റ് എയർ ടീമിംഗ് സിസ്റ്റം, അതായത് CATS, ഒരു ഫ്യൂച്ചറിസ്റ്റിക് വിങ്മാൻ ഡ്രോൺ സംവിധാനമാണ്. നിരീക്ഷണം നടത്തുക, ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക, നിർണായക ലക്ഷ്യങ്ങളെ അതിവേഗം ആക്രമിക്കുക തുടങ്ങി സങ്കീർണമായ ദൗത്യങ്ങൾ സ്വയം നിർവഹിക്കാൻ ഇതിന് സാധിക്കും. ഈ ഡ്രോണിന്റെ ഏറ്റവും നൂതനമായ സവിശേഷതകളിൽ ഒന്ന് ഒരു മദർഷിപ്പ് വിമാനം ഉപയോഗിച്ച് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നതാണ്. അപകടകരമായ ദൗത്യങ്ങളിൽ മനുഷ്യജീവന് ഭീഷണിയാകാതെ ഡ്രോണുകളെ മുൻനിരയിൽ വിന്യസിക്കാനും ഇത് സഹായിക്കും. കൂടാതെ ദൗത്യങ്ങൾക്ക് ശേഷം കേടുപാടുകൾ കൂടാതെ താവളത്തിലേക്ക് തിരികെ ഒറ്റയ്ക്കെത്താനും ഇതിന് ശേഷിയുണ്ട്. ഈ സവിശേഷത ഡ്രോണിനെ ഒന്നിലധികം തവണ യുദ്ധങ്ങളിൽ ഉപയോഗിക്കാൻ സഹായിക്കുന്നുണ്ട്. ഉയർന്ന അപകട സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ എതിരാളികൾക്ക് മേൽ ഇടിച്ചു കയറി ലക്ഷ്യം പൂർത്തിയാക്കാനും ഇവയ്ക്ക് കഴിയും. ശത്രുക്കളുടെ റഡാറുകളെ കബളിപ്പിക്കാൻ സഹായിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ, ആന്തരികമായ ആയുധങ്ങൾ വഹിക്കാനുള്ള കഴിവ്, നൂതന ഏവിയോണിക്സ് സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മനുഷ്യരില്ലാത്ത ഒരു ക്രൂ വിമാനം കൂടിയാണ് HAL കാറ്റ്സ് വാരിയർ. ഭൂമിയിലെ റൺവേകളിൽ നിന്നും വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും സ്വയം പറന്നുയരാനും സുരക്ഷിതമായി തിരിച്ചിറങ്ങാനും ഇതിന് സാധിക്കും. നിലവിൽ വ്യോമസേനയുടെ ഭാഗമായ തേജസ്, സുഖോയ് 30 MKI, ജാഗ്വാർ തുടങ്ങിയ ശക്തമായ കോമ്പാറ്റ് പ്ലാറ്റ്ഫോമുകളുമായി കാറ്റ്സ് വാരിയറിനെ ഉടൻ തന്നെ സംയോജിപ്പിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് വ്യോമസേനയുടെ പോരാട്ടശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. അത്യാധുനിക കാറ്റ്സ് വാരിയർ ഡ്രോണുകളുടെ വികസനവും LCA Mk1A വിമാനങ്ങളുടെ വരവും സമീപകാല സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ ശേഷിക്ക് പുതിയ മാനം നൽകുന്നുണ്ട് എന്ന് വ്യക്തമാണ്. വ്യോമയുദ്ധങ്ങളിൽ മുൻതൂക്കം നേടുന്നതിനും ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാനും ഈ മുന്നേറ്റങ്ങളിലൂടെ ഇന്ത്യ കൂടുതൽ സജ്ജമാവുകയാണ്. വ്യോമാതിർത്തിയുടെ സുരക്ഷയിൽ ഇന്ത്യയുടെ ആധിപത്യം വ്യക്തമാക്കുന്നതാണ് ഈ തന്ത്രപരമായ നീക്കങ്ങൾ എന്ന് മനസ്സിലാക്കാം. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയാണ് ഇന്ത്യയിലെ പ്രമുഖ സേനകൾ. ഇന്ത്യൻ വ്യോമാതിർത്തി സുരക്ഷിതമാക്കുകയും സായുധ സംഘട്ടനങ്ങളിൽ വ്യോമയുദ്ധം നടത്തുകയും ചെയ്യുക എന്നതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. നേരത്തെ 1950 മുതൽ പാകിസ്ഥാനുമായി 4 യുദ്ധങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന പങ്കാളികളായിട്ടുണ്ട്. ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ മേഘദൂത, ഓപ്പറേഷൻ കാക്ടസ്, ഓപ്പറേഷൻ പൂമലൈ എന്നിവയാണ് വ്യോമസേന ഏറ്റെടുത്ത മറ്റ് പ്രധാന പ്രവർത്തനങ്ങൾ. എന്തായാലും ഡ്രോണുകളിലൂടെയും മറ്റ് അത്യാധുനിക ആയുധ സാമഗ്രികളിലൂടെയും ഇന്ത്യ വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്.